എന്നെ പൊന്നിട്ട് ഞാൻ ഈ ബീഫ് മാത്രമല്ല ചോദിച്ചു, എനിക്ക് പൊറോട്ടയും ബീഫും കൂടെ ചേർത്ത് നല്ലപോലെ കഴിക്കണം. ഇതാണ് ഇത് കേരള സ്റ്റോറി 1 അല്ല, ഇത് 2 ആണ്. ഇത് തന്നെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയല്ല കഴിക്കേണ്ടത്, പൊറോട്ടയോടെ ബീഫോടെ ചേർത്ത് വേണം കഴിക്കാൻ. ഞങ്ങൾ കഴിക്കാം. മൂന്നും ഹലോ ഗായ്സ്, അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നില്ല. വെൽക്കം ടു അവർ ചാനൽ. സോ ഞങ്ങൾ ഇന്ന് ബീഫ് കഴിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണും എന്താണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല, 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലും എല്ലാം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് കേരളത്തിലെ എല്ലാവരെയും ആരെങ്കിലും പിടിച്ച് നിർബന്ധിച്ച് ബീഫ് തീറ്റിക്കുന്നുണ്ടോ, തീറ്റുന്നുണ്ടോ എന്ന വിഷയം. എന്റെ പൊന്നറിയാ ഇവിടെ കിട്ടാനില്ല ബീഫ്. അതിനിടയ്ക്ക് രാവിലെ സൺഡേ ഒന്ന് പോയി നോക്കണം ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ. 10 മണിക്ക് ഒരു സാധനം തീരും. ക്രിസ്മസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വന്നറിയാം ക്യൂവാ. അങ്ങനെയുള്ള സമയത്ത് ഇവിടെ വേറൊരാൾ നിർബന്ധിച്ച് എന്താ പറയാ കഴിപ്പിക്കാൻ മാത്രമേ ഞങ്ങളുടെ സാധനം ഇല്ല. അതൊന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഞങ്ങൾ എത്ര സാധനം ബീഫ് വെച്ച് കഴിക്കുന്നതെന്ന് അറിയോ? കഴിക്കാത്ത ഐറ്റംസ് ഇല്ല. പഴംപൊരി കഴിക്കും, ഉണ്ണിയപ്പം കഴിക്കും, അപ്പം കഴിക്കും, പൊറോട്ട കഴിക്കും. പൊറോട്ട പിന്നെ ഒരു വികാരമാണ്. നമ്മുടെ ടൊമിനോ പറയുന്ന പോലെ അതൊരു വികാരമാണ്. അത് തന്നെയാണ് സംഭവം. അതുപോലെ വെള്ളയപ്പം കഴിക്കും. കഴിക്കാത്ത ഐറ്റംസ് ഒന്നുമില്ല. ചോറ്, നെയ്ച്ചോറ്, നെയ്ച്ചോറ്, കല്യാണച്ചോറ്, അങ്ങനെ ബീഫിനെ വെച്ച് നമുക്ക് ഒരുപാട് ഐറ്റംസ് വരെയുണ്ട്. അങ്ങനെയുള്ള നാട്ടില് വന്നിട്ടാണ് നോർത്തിലെ പരനാടുകൾ പറയണത് ഇവിടെ ബീഫ് ഞങ്ങള് എന്താ പറയാ ഇവിടെ ശരിക്കും പറഞ്ഞ് വർഗീയത കുത്തിത്തള്ളി അവന്റെ അണ്ണാക്കി ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ടാ. കോമൺ സെൻസ് ഉള്ള ഒരു മലയാളിക്കും കണ്ട മനസ്സിലാവുന്ന സാധനം മാത്രമേ ഉള്ളത്. പക്ഷെ എന്നിട്ടും ഈ നാടുകൾ പറഞ്ഞുണ്ടാക്കുന്നത് ഇവിടെ മുസ്ലിംസ് ശരിക്കും പറഞ്ഞാൽ ലവ് ജിഹാദിന്റെ ഒരു സാധനം തന്നെയാണ് അവർ പറഞ്ഞുണ്ടാക്കുന്നത്. ലവ് ജിഹാദ് എന്താണെന്നും അതൊക്കെ പോയിട്ട് കുറെ കാലങ്ങളായി. ഇത് നമ്മുടെ നാട്ടിലുണ്ട്, എല്ലാ നാട്ടിലുള്ള കാര്യങ്ങളാ. ഇതൊക്കെ പണ്ടോട്ടേ ഉള്ള സാധനങ്ങളാ. ഇപ്പൊ ഇവിടെ നിലവിൽ പെട്ടെന്ന് ഒരാൾ വന്ന് കുത്തി ആരുടെയും ബ്രെയിനിൽ കുത്തി നിറച്ചൊരു സാധനമൊന്നുമല്ല. മതപരമായ കാര്യങ്ങളും ചർച്ചകളും എല്ലാം ഉണ്ട്. പക്ഷെ ഈ നാറികള് എന്തിനാണ് ചുമ്മാ കേരളത്തിൽ ഇങ്ങനെ നടക്കുന്നില്ല. അതുപോലെ തന്നെ ഒരുമാതിരി നമ്മുടെ ഭക്ഷണ ശൈലിയിലും ഇതിലൊക്കെ ഉള്ള ഒരു കടന്നുകയറ്റമാണ് ശരിക്കും പറഞ്ഞാൽ ഈ നോർത്തിലെ മണ്ടന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നോർത്തിലൊക്കെ ട്രാവൽ ചെയ്തുള്ളവർക്ക് മനസ്സിലാവും ഇമാതിരി പൊട്ടത്തരങ്ങളൊക്കെ. ബീഫ് കിട്ടുന്ന ഏരിയ ഉണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ഒരു 2 വീക്ക് മുന്നേ ഞാൻ മുംബൈയിലൊക്കെ പോയി. മുംബൈയിലൊന്നും എനിക്ക് അത്ര വലിയ പ്രോബ്ലം തോന്നിയിട്ടില്ല. ബീഫിനൊന്നും ഇഷ്ടംപോലെ കടയിൽ ബീഫ് കിട്ടുന്നുണ്ട്. പക്ഷെ എനിക്കൊന്ന് കുറച്ചുകൂടെ നോർത്ത്, ഡൽഹി സൈഡും അങ്ങനെയുള്ള സൈഡിലൊക്കെയാണ് ഈ ബീഫിനൊക്കെ ഇത്രയും ഇത് കാണുന്നത്. അന്ന് തരം കിട്ടി കഴിക്കുന്നവരും ആയിരിക്കും ഇവന്മാരല്ല. അതുപോലെ തന്നെ ബീഫൊക്കെ കഴിക്കാത്ത മലയാളികൾ ഉണ്ടാവും എനിക്കറിയത്തില്ല. എന്റെ ഫ്രണ്ട്സും ഞാനും എന്റെ കുടുംബക്കാരും എന്റെ അമ്മായിമ്മ പോലും ബീഫ് മാത്രമേ കഴിക്കത്തുള്ളൂ. വേറെ ഐറ്റം കഴിക്കുന്ന ഒരാളാണ്. പിന്നെ വേറെ ഐറ്റംസ് കഴിക്കാം. എന്റെ അമ്മായിമ്മ അത് മാത്രം കഴിക്കാതെ പോലും ഉള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു വികാരത്തെയൊക്കെ തൊട്ട് കഴിച്ച് അതും ഇവരെന്ത് പ്രൊപ്പഗാണ്ടയാണോ എന്താണ് മീൻ ചെയ്തത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ സ്റ്റിൽ എന്താ പറയാ ഒരു ട്രെയിലർ കണ്ട, ഒരു 2 minutes ട്രെയിലർ കണ്ട ഒരു മലയാളിക്കും അത് ഒട്ടും ഡൈജസ്റ്റ് ആവുന്ന കേസേ അല്ല. ഇമാതിരിയൊക്കെ തീട്ട സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നേ. അല്ലെങ്കിൽ പറഞ്ഞ ഈ ചാണകം തിന്നുന്നവന്റെ തലയിൽ ചാണകം ഉണ്ടാവുള്ളൂ. എന്താ പറയാ ഗോമൂത്രം പിടിച്ച് GS അടിക്കുന്ന ഈ മട്ടന്മാരോടൊന്നും കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയൊക്കെ ഉള്ളൂ. ഇത്രയൊക്കെയുള്ള എന്താ പറയാ ഇത്രയൊക്കെ ചിന്തിക്കാനുള്ള ബോധം അമ്മമാർക്കുള്ളൂ. അതാണ് സത്യസന്ധമായിട്ടുള്ള ദേശം. അല്ലാണ്ട് ഇമാതിരി പിന്നെ ചാണകത്തലയും വെച്ച് ചിന്തിച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഞാൻ പറയാം. ഇങ്ങനത്തെ സാധനങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടാവാതൊന്നുമില്ല. പക്ഷെ ഒരു കേസ് ഇവിടെ ഉണ്ടായെന്ന് വെച്ച് അവരുടെ നാട്ടിലും നടക്കാത്ത കേസൊന്നും അല്ല. എല്ലാ കേസിലും അവരുടെ നാട്ടിൽ നടക്കുന്ന. എന്നിട്ട് മണ്ടന്മാര് കേരള സ്റ്റോറി കടന്നുകയറ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മനുഷ്യന്റെ ജീവിതത്തിലുള്ള ഇമാതിരി ചീപ്പായിട്ടുള്ള എന്താ പറയാ പരിപാടി ഉണ്ടല്ലോ. നിർത്തുന്ന സമയം പണ്ടേ കഴിഞ്ഞ് എന്തിനാണ്, ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് കുറെ എന്താ പറയാ ഞാൻ പറഞ്ഞില്ലേ ഈ ചീസ് പറഞ്ഞ്, അതായത് ഗോമൂത്രം പിടിച്ച് ചീസ് പറയുന്ന അറിയാത്തേക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷെ കോമൺ സെൻസ് ഉള്ള മലയാളികൾക്ക് അറിയാം. മീൻസ് ദാറ്റ്സ് വൈ ദേ ആർ ഗിവിംഗ്. മീൻസ് നമ്മുടെ ഗവൺമെന്റ് നമുക്ക് നല്ല എഡ്യൂക്കേഷൻ തരുന്നത് എല്ലാം ഇതുകൊണ്ടാണ്. ഇവിടെ ഏത് പാർട്ടി വന്നാലും ഇവിടെ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ അടുത്ത കാലത്തൊന്നും ഇത് കുറച്ചുകൂടെ എന്താ പറയുക ഊന്നി ഉറപ്പിക്കുകയോ ചെയ്തു. BJP അടുത്തൊന്നും ഇങ്ങോട്ട് വരുത്തും. ചുമ്മാ ഈ മണ്ടന്മാർ. എന്നിട്ടും ഇന്നും കണ്ടു പിന്നെ രാജീവ് ചന്ദ്രശേഖർ വന്നിട്ട് കൊണകൊണ അടിക്കുന്നു. എന്ത് കാണാനാ? എന്ത് പറയുന്നതിന്
കോമൺ സെൻസ്. അങ്ങനെയാണ് ഈ പറയുന്നവർ തന്നെ ഇമാതിരി കേരള സ്റ്റോറി 1 ഇറക്കി, ഇപ്പൊ 2 ട്രെയിലറും വന്നിട്ടുണ്ട്. ഇതിൽ അവർക്ക് ഒരു സെൻസർ ബോർഡിനോ ഒരാൾക്കും ഒരു പ്രശ്നവും തോന്നുന്നില്ല എങ്കിൽ എന്തുകൊണ്ട് പിന്നെ നമ്മുടെ ഹലാൽ എന്നൊരു പടം ഇറക്കി, അതിന് കട്ടുകളിലോട് കട്ടുകളായിരുന്നു. അതുപോലെ തന്നെ എമ്പുരാൻ എന്നൊരു സിനിമ ഇറക്കി, കട്ടുകളോട് കട്ടുകളായിരുന്നു. കട്ട് ചെയ്തിട്ട് അവിടെ അയാളുടെ പേര് മുന്നാന്നുള്ള പേര് യൂസ് ചെയ്തതിന് വരെ അവർ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രശ്നം ഉണ്ടാക്കിയവരാണ്. ഇതിനെ അവർക്ക് ഒരു സെൻസർ ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ലെന്ന് അവർ പറയുന്നത്. നമ്മുടെയൊക്കെ ലൈഫ് എങ്ങോട്ടാ പോണത് അറിയത്തില്ല. പക്ഷെ പ്ലീസ് ഡോണ്ട് കം വിത്ത് ഓൾ ദിസ് ബുൾഷിറ്റ് വിത്ത് ടു കേരള. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത് കേരളത്തിലെ ആൾക്കാർ എടുക്കില്ല. എന്താ പറയാ, ചാണകം വാരി എറിയും, അതിനൊക്കെ ഉള്ളൂ. ചാണകം തിന്നാറില്ല നിങ്ങള്. നിങ്ങളുടെ തലയിൽ ചാണകവും അല്ല. ഞങ്ങൾ ചാണകം വാരി ഒന്ന് എറിയത്ത് മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കും. ഇന്നലെ പോലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോസ്റ്റും സ്റ്റോറീസും അങ്ങനെ വലിയ വലിയ കാര്യങ്ങളായിട്ട് ഒരിക്കലും ചെയ്യുന്നതാണ്. പക്ഷെ ഇന്നലെ ആളുടെ പോസ്റ്റും കാര്യങ്ങളൊക്കെ, നമ്മുടെ മുഖ്യമന്ത്രി ഇട്ട പോസ്റ്റും കാര്യങ്ങളൊക്കെ വളരെയേറെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് വേർഡുകളിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എല്ലാം ഉണ്ട് അതിനകത്ത്. ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നതും എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ പറഞ്ഞിരിക്കുന്ന ഒരു 4 പേജുകളിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഉണ്ട്. അത് എന്താ പറയാ അയാളുടെ പോസ്റ്റില്, സംവിധായകന്റെ പോസ്റ്റിൽ ഉണ്ടായിരുന്നു ഇത് റിയൽ ആയിട്ട് സംഭവിച്ചതിന്റെ ബേസിസ്. റിയൽ ആയിട്ട് സംഭവിച്ചിട്ടുണ്ടാവും, എല്ലാ നാട്ടിലും സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഈ കേരളത്തിന്റെ പേര് വെച്ചിട്ട് തന്നെ അവൻ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ നാട്ടിലും നടക്കണേ അതുപോലെ തന്നെ ഇത് നടന്നിട്ടുള്ളൂ. പ്ലീസ് കുറച്ചൊക്കെ ചാണകം മാറ്റി വെച്ച് ബ്രെയിൻ യൂസ് ചെയ്യുവാൻ പ്ലീസ്. കുറെ ആയില്ലേ ഇത്, എന്താ പറയാ, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ചിന്തിക്കൂ നിങ്ങൾ. അല്ലെങ്കിലും എവിടെ ചിന്തിക്കുന്നു നിങ്ങൾക്ക് അവിടെ ശൗചാലയാണല്ലോ. അത് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അത്രേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഗൈസ്. എനിക്ക് പോയിട്ട് പൊറോട്ടയും ബീഫും കഴിക്കാൻ സമയം ഗൈസ്. അത് പറയാം ഗൈസ്. എനിക്കിത് കൂടുതൽ പറഞ്ഞൊന്നും പ്രതിഷേധിക്കാണ് ഗൈസ്. അല്ലെങ്കിലും ബീഫ് കഴിക്കുന്നതൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. ബീഫ് കഴിച്ച് ഇങ്ങനൊന്നും ബീഫ് കഴിക്കാൻ ആരും പാടില്ല. ഭയങ്കര പ്രശ്നമാണ് അതൊക്കെ. ഞാൻ കഴിക്കുകയോ അതിനൊന്നും കഴിക്കില്ല. പാവങ്ങളൊന്നും പറഞ്ഞ് പറ്റിക്കരുത്. പാവങ്ങളല്ല, മൊത്തം എല്ലാവരും പാവങ്ങളാണ്. നമ്മൾക്ക് കേരളത്തിൽ കിടക്കുന്ന ബീഫിനെതിരെയുള്ള അഴിമതിയെ പറ്റി ഒന്നും അറിയത്തില്ല. ഇതോടുകൂടി വീഡിയോ പര്യവസാനിക്കുന്നു. പിന്നെ നല്ലൊരു സഹിക്കാൻ പോയിരുന്നു. ഇതോടുകൂടി ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ ബീഫ് റോസ്റ്റും പൊറോട്ട തിന്ന് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പം ടാറ്റാ ബൈ ബൈ, സീ യു.